താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. നിങ്ങൾ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. എങ്ങനെയെന്നോ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം കടന്നു വരുന്നു, സമാനതകളില്ലാത്ത പ്രശ്നം, മുമ്പ് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത പ്രശ്നം. ഇതേ പ്രശ്നം അനുഭവിച്ച ഒത്തിരി പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആ പ്രശ്നത്തിൽ തകർന്നു പോയി, പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ തന്നെ. അങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ പലപ്പോഴും ഇതായിരിക്കും ചിന്ത, അല്ലേ? ഇതിൽ നിന്ന്, അതായത് ഈ പ്രശ്നത്തിൽ നിന്ന് ദൈവത്തിന് വിടുവിക്കുവാൻ കഴിയുമോ? ചിന്തിച്ചിട്ടില്ലേ? അല്ലേ? ചോദിച്ചിട്ടില്ലേ? ഇതിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കുമോ? ഇത് അവിശ്വാസികളല്ല, ഞാൻ പറയാം, നിങ്ങൾ തന്നെ വിശ്വാസികളാണ്. ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ആവോളം അനുഭവിച്ചിട്ടുള്ളവർ, ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള സാക്ഷികളായവർ, അസാധ്യങ്ങളെ സാധ്യമാക്കി ദൈവം തന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർ ഇല്ലേ? ഒരു സാക്ഷ്യം പറയാൻ കിട്ടിയാൽ വാതോരാതെ ദിവസം മുഴുവൻ പറയുവാനുണ്ട്. ആണേ സഹോദര, സഹോദരി, എന്തോരം കാര്യങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നേ, അല്ലേ? പക്ഷേ ചില പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ദൈവത്തിന് കഴിയുമോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. കാരണം ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ഇപ്പോൾ കൊറോണ സമയത്ത് പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ പലർക്കും ഇതേ ചോദ്യമുണ്ടായി. സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടത്. പലർക്കും ഏജ് ഓവറായി പോയി, പുതിയ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വിസ അടിച്ച് കിട്ടുവാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പോൾ വിശ്വാസികളായവർ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇതിൽ തന്നെ രക്ഷപ്പെടുത്തുവാൻ എനിക്കൊരു പുതിയ വഴി തുറന്നു തരുവാൻ ദൈവത്തിന് കഴിയുമോ? ഇല്ല, സാധ്യതയില്ല, അല്ലേ? ചിന്തിച്ചിട്ടില്ലേ? കാരണം ഒത്തിരി പേർ ജോലിയില്ലാത്തവരായ നാട്ടിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ പിടിച്ചു നിന്ന് വല്ലാത്ത അവസ്ഥയിലായവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, ആ ജോലി തന്നതാരാ? ഓ സ്തോത്രം. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രാജ്യത്ത്, അങ്ങനെ ഒരു ജോലിയിൽ? എങ്ങനെയാ കർത്താവ് അവിടെ കൊണ്ടുപോയി മാനിച്ചേ, അല്ലേ? കർത്താവ് തന്നതാ, അറിയാം. എങ്കിലും അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷേ ചില രോഗസൗഖ്യത്തെക്കുറിച്ചാണെങ്കിൽ കർത്താവ് പ്രവർത്തിച്ചത് മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഇന്ന് ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനയ്ക്ക് കാരണമായ രോഗം, അനേകരെ തകർത്ത് കളഞ്ഞ മരിപ്പിച്ച രോഗം, അനേകരെ കടക്കാരാക്കി മാറ്റിയ രോഗം, മാതാവേ പിതാവേ വല്ലാതെ കരയുക. ഈ രോഗം, ഇതിൽ നിന്ന് ഒരു വിടുതൽ ഇല്ല. ഈ രോഗത്തെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം രോഗസൗഖ്യം തന്നിട്ടുണ്ട്, ഇല്ലേ? ഇങ്ങനൊരു ചിന്ത, ചിലതിന് ദൈവം പ്രാപ്തനല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവം പ്രാപ്തനല്ല എന്നൊരു ചിന്ത. പിന്നെയും പറയാം, ഇത് ലോകമനുഷ്യനല്ല, വിശ്വാസികൾക്കാണ്. അപ്പോൾ ഈ ഒരു ചിന്ത നമുക്ക് മാത്രമല്ല, നമ്മുടെ ശത്രുക്കൾക്കും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ചിന്തയുടെ ഫലമാണ് നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും നിർത്താതെ നമുക്കിട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റു പല നിലകളിലും പണി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്തവർ, അങ്ങനെയുള്ളവർ എന്താ ഇല്ലെന്നോ? കണ്ണാടി നോക്കിയാൽ നമുക്ക് പോലും നമ്മളെ ഇഷ്ടമല്ല. അപ്പോഴാ ഇഷ്ടമില്ലാത്തവരേ ഉള്ളൂ എന്നേ. ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നത് ചുമ്മായ. അവിടെ വിശ്വാസി ഭാഗ്യവാനാ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുവൻ, ഇഷ്ടപ്പെടുന്നതിൻ്റെ അടുക്കലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമ്മുടെ യേശുപ്പൻ ആരൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമ്മുടെ കുറവുകളെ കണ്ട്, നമ്മുടെ കുറ്റങ്ങളെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് തോന്നാനുള്ളത് മാത്രമേ ഉള്ളൂ എന്നേ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് കുട്ടപ്പനായിരിക്കുമ്പോൾ പലരും വിചാരിക്കും, ഓ സൂപ്പറാ. പക്ഷേ ഉള്ളം അറിയണം, വെറുപ്പ് തോന്നും. ആ ഉള്ളം അറിഞ്ഞിട്ടും നമ്മോട് വെറുപ്പ് തോന്നാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരുവൻ, നമ്മുടെ യേശോപ്പനാ. നമ്മളിങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് വേണ്ടി ജീവനെ നൽകിയ യേശു, നമ്മോട് കൂടെ ഉള്ളവൻ. അതുകൊണ്ട് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മോട് വിരോധമുള്ളവർ അവരെന്താ ചെയ്യുക? ഒന്ന്, നമ്മളെ അപമാനിക്കും, നമ്മളെ നിന്ദിക്കും,
ഇല്ലാത്തതും വല്ലാത്തതും പറയാൻ പാടില്ലാത്തതും ഒക്കെ നമ്മളെക്കുറിച്ച് പറയുമോ സഹോദരി? പറയുമെന്നോ? അത് കേട്ട അയ്യോ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മളെന്താ ചെയ്യുന്നേ? അവരൊന്ന് പറഞ്ഞു, നമ്മൾ രണ്ട് പറഞ്ഞു, അങ്ങനെയാണോ? ഇല്ല, നമ്മൾ വിശ്വാസികളായതുകൊണ്ട് അവർ പറയുന്ന കാര്യം വേറൊരാൾ നമ്മളോട് പറയുകയാണ്. എടിയേ, എന്നാലും നിന്നെക്കുറിച്ച് അവൾ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്തൊരു സ്ത്രീയാ അവൾ, എങ്ങനെ അവൾക്ക് നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തോന്നി? അല്ലേ സഹോദരി? നിൻ്റെ അമ്മായിയമ്മ പറഞ്ഞത്, നാത്തൂൻ പറഞ്ഞത്, മാതാവ് നിൻ്റെ മരുമകൾ പറഞ്ഞത്, നിൻ്റെ സഹോദരൻ പറഞ്ഞത്, സഹോദര നിൻ്റെ ബന്ധുക്കൾ പറഞ്ഞത്, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ ഉള്ളം പൊട്ടിപ്പോകുന്ന വേദന. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവർ, അവരൊക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാ, അവരെന്നെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യുക? നമ്മളവിടെ ചിരിച്ചുകൊണ്ട് ആ വിഷയത്തെ അങ്ങ് മാറ്റിക്കളയും. അല്ലേ? ഉള്ളിൽ വേദനയുണ്ട്, ചിരിച്ചോണ്ട് ആ വിഷയത്തെ മാറ്റിക്കളയും. എന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിനകത്ത് വന്നിരുന്ന് ദൈവസന്നിധിയിൽ കരയും. ആ കണ്ണുനീരാ പലരുടെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും അടിസ്ഥാനം. പലരും വിചാരിക്കുന്നുണ്ട്, എന്തോ എൻ്റെ ജീവിതത്തിൽ എന്തോ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിലനിൽക്കുമോ? ആണേ, അത്രമാത്രം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ കടന്നു വന്നേ. അമ്മാതിരി പണിയാ പിശാച് തന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അപ്പുറത്ത് അവർ വീണു, അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായി. എൻ്റെ ജീവിതത്തിൽ തന്നെ കടന്നു വന്ന വലിയ പ്രശ്നം, അവിടെ ഒന്നും ഞാൻ വീഴാതെ നിൽക്കുന്നു. എന്തോ പ്രത്യേകതയൊന്നും ഇല്ലെന്നേ. ഹൃദയം തകർന്ന് ദിവസനിൽ കരഞ്ഞില്ലേ? ആ കണ്ണുനീരിൻ്റെ ഫലമാ. ഓ സ്തോത്രം! നിന്റെ കണ്ണുനീരിൻ്റെ മറുപടിയാ നിന്നെ നിർത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും ഒക്കെ ആളുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതമാണ് പറഞ്ഞ കേട്ടോ, വേറെ ഒന്നുമില്ല പുകഴ്ചയായിട്ട് പറയുവാൻ. കർത്താവ് ഓരോ നാളും ശ്രേഷ്ഠമായി അത്ഭുതകരമായി നടത്തുന്ന വിധങ്ങളെ ചിന്തിച്ചാൽ, ഞാൻ അറിയാതെ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്താ, അല്ലെങ്കിൽ എന്നിൽ എന്ത് കണ്ടിട്ടാ ഞാനീ പറഞ്ഞില്ലേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് കുട്ടപ്പനായിരുന്ന് കാണുന്നവർക്ക് എന്തോ എന്ന് തോന്നുന്നതല്ലാതെ ഒന്നുമില്ലെന്നേ. നന്മയായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, തല ഉയർത്തി നിൽക്കുവാൻ ഇതൊക്കെ ഒന്നുമില്ല. എന്നിട്ടും ആ കണ്ണുനീരിൻ്റെ ഫലമാകട്ടോ. ആരെന്തു പറഞ്ഞാലും, വേണ്ടപ്പെട്ടവരായാലും പ്രിയപ്പെട്ടവരായാലും നല്ല വാക്ക് കേൾക്കുവാൻ കൊതിച്ച് ചിലരുടെ അടുക്കലേക്കൊക്കെ പോകും. അവിടെ നിന്ന് കേൾക്കുന്ന കുത്തുവാക്കുകളും പരിഹാസവും കുറ്റപ്പെടലും കരയത്തില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് ദൈവസന്നിധിയിൽ ഒരു കരച്ചിലുണ്ട്, ഉറക്കം വരത്തില്ല. കരയും, കിടക്കും, വീണ്ടും കരയും, കിടക്കും. അതാ നന്മകളുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. ആ ജോലി സ്ഥലത്ത് കൂട്ടം കൂടി ഉപദ്രവിക്കുന്നവരുണ്ട്. ഒപ്പം നിൽക്കേണ്ടവർ തന്നെ ടീമായി ചേർന്ന് നിന്നും നിനക്കെതിരെ ഒരു ടീമൊക്കെ ഫോം ചെയ്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എങ്ങനെയെങ്കിലും ഓടിക്കണം. അതാ ലക്ഷ്യം. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കണം ഇവനൊന്ന്. അപ്പോൾ നിങ്ങളങ്ങനെ ഓടിയാൽ അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇല്ല. എന്നാലും അങ്ങനെ അവൻ ഇവിടെ ജോലി ചെയ്യണ്ട, അങ്ങനെ അവൾ സ്വസ്ഥമായിരിക്കേണ്ട, സമാധാനമായിരിക്കേണ്ട, അല്ലേ? ആ ഒരു ചിന്തയാ, വൈരാഗ്യമാണ്, പകയാ. അവനൊന്ന് നാട്ടിൽ വരണം. അങ്ങനെ ഇപ്പോൾ അവിടെ വലിയ ആളായിരിക്കേണ്ട, നാട്ടിൽ വരണം, കാണാനായി നോക്കിയിരിക്കുക. അങ്ങനെ നിങ്ങൾ ജോലിയില്ലാതെ നാട്ടിൽ വരുമ്പോൾ ആദ്യം ഓടി വന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്ന അവരായിരിക്കും. പേടിക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ അടുത്ത ജോലി നോക്കാം. അതിനൊക്കെ അവർ മുൻപന്തിയിൽ നിൽക്കും. പക്ഷേ നീ അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നു, വസ്തു വാങ്ങുന്നു, വീട് വയ്ക്കുന്നു, കാർ വാങ്ങുന്നു, അയ്യോ തല പെരുത്ത് വരിക, അസൂയ. അപ്പോൾ അസൂയ കൊണ്ട് തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പലതും പറയുന്നു, അപമാനിക്കുന്നു, നിന്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു. നിനക്ക് മുമ്പിൽ അനുഗ്രഹീതമായ ചിലതുണ്ട്. നിന്റെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹീതമായി തീരും. നിനക്ക് ചുറ്റുമുള്ള ചിലരെക്കാൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് അവർ തിരിച്ചറിയുന്നത് കൊണ്ട്. എന്തുകൊണ്ട്? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുന്നു. അതേ, ശത്രു തിരിച്ചറിയുന്നുണ്ട്. നീ തിരിച്ചറിയാത്തതൊന്ന്, നിനക്ക് മുമ്പിൽ അനുഗ്രഹീതമായ ചിലതുണ്ട്. അതേ മാതാവേ, നിന്റെ തലമുറകൾക്ക് വിരോധമായി എന്തുകൊണ്ടാ പലരും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ പരസ്യക്കോലമാക്കുവാൻ ശ്രമിക്കുന്നത്? അവർക്കറിയാം നിന്റെ തലമുറകളിലൂടെ നിന്റെ ജീവിതം മാറും, നീ അനുഗ്രഹിക്കപ്പെടും. അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരും. അതേ, അത് ശത്രു തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുവാൻ ശ്രമിക്കും. ഇനി ഇങ്ങനെയുള്ളവർ പിശാചിനാൽ പിടിക്കപ്പെടുമ്പോഴോ അവർ പിശാചിനെ പ്രീതിപ്പെടുത്തി നിങ്ങളെ തകർക്കുവാനായിട്ട് ശ്രമിക്കും. എങ്ങനെ? ആഭിചാരങ്ങളിലൂടെയും മന്ത്രവാദ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും നേർച്ച കാഴ്ചകളിലൂടെയും നിങ്ങളെ തകർക്കുവാനായിട്ട് ശ്രമിക്കും. ശാപത്തിലൂടെ ചിലർ വാ തുറന്നാൽ
ശാപം മാത്രമേ പുറത്തു വരത്തുള്ളൂ. ശ്രദ്ധിച്ചില്ലേ? നീ മുടിഞ്ഞു പോകും, നീ നശിച്ചു പോകും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഇത് പറയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുക, നിന്റെ മുമ്പ് വന്ന് നീ നശിച്ചു പോകുമെന്ന് പറയണം. കേട്ട് ഹൃദയം തകർന്നിട്ടില്ലേ? നിന്റെ ആ പൊടി കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞതുപോലും, നിന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത്, നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്, നിന്റെ തൊഴിലിനെ കുറിച്ച് പറഞ്ഞത്, അതേ നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത് നശിച്ച് നാറാണക്കല്ല് പിടിക്കും. നീ നരകിക്കും. ശപിക്കുക, ശാപം, ശാപം, ശാപം. പിന്നെ നേർച്ച കാഴ്ചകൾ. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു നീ നശിച്ചു പോകണമെന്ന് പറഞ്ഞു. അവളുടെ അഹങ്കാരം തീരണം. നിന്റെ ആ വണ്ടി കാണുമ്പോൾ ഇവിടെയെങ്കിലും പോയി ഇടിച്ച്, നിന്റെ വീട് കാണുമ്പോൾ വെള്ളപ്പൊക്കമെങ്കിലും വന്ന് ഇത് ഇടിഞ്ഞ് ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷുദ്രങ്ങൾ ചെയ്യുന്നു, ആഭിചാരങ്ങൾ ചെയ്യുന്നു. പ്രിയരെ, ഇതൊരു നിസാര കാര്യമല്ല. ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ, മന്ത്രവാദത്തിലൂടെ തൻ്റെ ശത്രുവിനെ തകർക്കുവാൻ വേണ്ടി ലോൺ എടുത്തവരെ എനിക്കറിയാം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ നിനക്കും അറിയാമല്ലേ? അത് തന്നെ. ഈ കാര്യത്തിൽ നമ്മളാ ഭാഗ്യവാന്മാർ കേട്ടോ. അവർ നമ്മളെ തകർക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി നല്ലൊരു കർമ്മത്തിനെ, അവരാഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതം നരകമായി മാറുവാൻ വേണ്ടി നല്ലൊരു കർമ്മത്തിന് ലക്ഷങ്ങൾ ചിലവ് വരും. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അറിയാം. ചെയ്ത് ഒരു പരിപാടി ഏൽക്കാത്തത് കൊണ്ട് നമ്മുടെ അടുക്കൽ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നവർ വരെ പ്രൈസർ ഫാമിലിയിലുണ്ട്. നല്ല മന്ത്രവാദികൾ. അങ്ങനെയുള്ളവരുണ്ട്. ലക്ഷങ്ങളൊക്കെ മുടക്കിയ കർമ്മങ്ങൾ ചെയ്യുന്നേ. എങ്ങനെയായാലും തകർന്ന് കാണും. നമ്മുടെ ഭാഗ്യം എന്താ? അവർ ലക്ഷങ്ങൾ മുടക്കി നമ്മെ തകർക്കുവാൻ ശ്രമിക്കും. നമ്മളോ വെറുതെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. ഷൂ എന്നും പറഞ്ഞ് ഈ ദീപാവലിക്കൊക്കെ പടക്കം വാങ്ങിക്കുമ്പോൾ ചില പടക്കം ഷൂ എന്ന് പറഞ്ഞ് അതുപോലെ ആക്കി തീർക്കും. ഒരൊറ്റ പ്രാർത്ഥന, ഒരു നേരത്തെ ആഹാരം. പാപം, അവർ വല്ലതും അറിയുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ മന്ത്രവാദങ്ങളിലൂടെയും ആഭിചാരങ്ങളിലൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും നേർച്ച കാഴ്ചകളിലൂടെയും വിളിക്ഷാപങ്ങളിലൂടെയും വെടക്ക് കണ്ണുകളിലൂടെയും ശാപങ്ങളിലൂടെയും തകർത്ത് കളയുവാൻ അവർ ശ്രമിക്കുന്നു. എന്നല്ല നമ്മൾ പറഞ്ഞു വന്നത്. ഈ ശ്രമമൊക്കെ ജയിക്കുന്നുണ്ടോ? ഉണ്ടോ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന്, പക്ഷേ ജയിക്കുന്നില്ല. അങ്ങനെ ജയിച്ചിരുന്നെങ്കിൽ ഈ മെസ്സേജ് കേൾക്കാൻ നിങ്ങളൊന്നും ഇന്ന് കാണത്തില്ല. അമ്മാതിരി പണിയാ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജയിക്കുന്നില്ല, പരാജയപ്പെടുകയാണ്. അപ്പോൾ പരാജയപ്പെടുമ്പോഴും അവരുടെ ഒരു ചിന്ത എന്താ? ഇപ്രാവശ്യം പരാജയപ്പെട്ടു, അടുത്ത പ്രാവശ്യം ജയിക്കാം. അതുകൊണ്ടാണ് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദ്യം അതല്ലേ? ഇവരെന്തിനാ എന്നും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നും എനിക്ക് വിരോധമായിട്ട് എന്തിനാ ആ ദുർമന്ത്രവാദം ചെയ്യുന്നത്? ഇവർക്കൊന്നും വേറെ വേലയില്ലേ? അപ്പോൾ അവരുടെ ചിന്ത ഇതാ, ഇന്ന് പരാജയപ്പെട്ടു, നാളെ ജയിക്കാം. അപ്പോൾ ചെയ്യാൻ പോകുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, അവന് ശുക്രൻ ഉദിച്ചു നിന്നു, അതുകൊണ്ട് കർമ്മം പറ്റിയില്ല, ശനി കയറി വരട്ടെ, കാണിച്ചു കൊടുക്കാം അല്ലേ? വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ നല്ല സമയത്ത് രക്ഷപ്പെട്ടു, പക്ഷേ എൻ്റെ ഒരു മോശം സമയം വരും, അന്ന് പിടിക്കാം. ഈ ചിന്തയാണ്, അതെ ഈ ചിന്തയാണ് വീണ്ടും ചെയ്യുമാറാക്കുന്നതും അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. എങ്കിലും അപ്പോൾ ഇങ്ങനെ നമുക്ക് വിരോധമായി ചെയ്യുന്നത് നമുക്ക് വലിയ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലാണ് കരയുന്നതെങ്കിലും അപമാനിക്കുന്നതും നിന്ദിക്കുന്നതും ഇല്ലാത്തത് പറയുന്നതും പരിഹസിക്കുന്നതും ഉപദ്രവിക്കുന്നതും നമ്മെ വേദനപ്പെടുത്താറില്ലേ? വേദനപ്പെടുത്താറുണ്ട്. ഈ ക്ഷുദ്രപ്രയോഗങ്ങൾ നമ്മെ തകർത്ത് കളയുന്നില്ല എന്ന് വെച്ച് അതിൻ്റെ ഫലം നാം അനുഭവിക്കുന്നില്ല എന്നല്ല. അതിൻ്റെ ഫലം നാം അനുഭവിക്കുന്നു, പ്രാർത്ഥിച്ചു പുറത്തു വരുന്നു. അതൊരു കഷ്ടതയാണ് അല്ലേ? മുറിവുണ്ടാകുന്നു, നമ്മൾ മരുന്നിട്ട് മുറിവ് ഉണക്കുന്നു. അപ്പോൾ മുറിവുണ്ടായല്ലോ, ആ വേദന എടുത്തല്ലോ, അത് തന്നെ. ഇതിങ്ങനെ എത്ര നാൾ തുടർന്ന് സഹിക്കുവാൻ കഴിയും? ഇല്ലേ? അപ്പോൾ ഇതൊരു വെല്ലുവിളിയാണ്. ഇങ്ങനെ തുടർമാനമായി ദൈവജനത്തിന് വിരോധമായി അവരെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രുവിൻ്റെ ഒരു വെല്ലുവിളിയാണ്. എന്നും ഇവനെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ലല്ലോ. ഞങ്ങൾക്കും ഒരവസരം വരും. അതെ, അവരുടെ ഈ വെല്ലുവിളി അത് മുഖാന്തരം ബാധിക്കപ്പെട്ടവരാ എന്നെ കേൾക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രവചന ദൂത് പറയട്ടെ. അങ്ങനെയുള്ളവരെ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഈ മഹാസംഘത്തെയൊക്കെയും നീ കണ്ടുപോ. ഇങ്ങനെ ക്ഷുദ്രം ചെയ്യുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന,
തകർക്കുവാൻ ശ്രമിക്കുന്ന അസൂയ കൊണ്ട് തകർക്കുവാൻ ശ്രമിക്കുന്ന ഈ മഹാസംഘത്തേക്ക് നിങ്ങൾ കാണുന്ന ഈ ശത്രുക്കളെയൊക്കെ ഞാൻ ഇന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ ദൂത ആ ശത്രുവിനെ നിനക്ക് വിരോധമായി നിർത്താതെ നിന്റെ തകർച്ച കാണുവാൻ ആഭിചാരങ്ങൾ ചെയ്യുന്ന, മന്ത്രതന്ത്രങ്ങളെ പ്രയോഗിക്കുന്ന, അപമാനിക്കുന്ന, നിന്ദിക്കുന്ന, ഉപദ്രവിക്കുവാൻ തക്കവണ്ണം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നവരെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പോകുക. അതേ സഹോദര, ആ ജോലി സ്ഥലത്ത് നിന്നെ തകർക്കുവാൻ, ജോലി ഇല്ലാത്തവനായി തീർക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കുന്ന ശത്രുവിനെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പോകുകയോ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, നിന്റെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്ന, നീ തകരുവാൻ വേണ്ടി നോക്കി ഇരിക്കുന്ന ആ ശത്രുവിനെ, ആ പന്ന പിശാചിനെ, ആ കൂടോത്രക്കാരനെ, ആ മന്ത്രവാദക്കാരനെ, ആ ശാപക്കാരനെ എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇനി അവർ മുഖാന്തരമുള്ള ഇറിറ്റേഷൻ നിനക്കുണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവരെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ജോലിയില്ലാതെ തിരികെ വരുന്നത് കാണുവാൻ നോക്കിയിരിക്കുക. ഒന്ന് വന്നെങ്കിൽ അസൂയ പൂണ്ട അവരെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നീ കടക്കാരനായി മാറണമെന്ന് അതുമാത്രം ചിന്തിച്ചായിരിക്കുന്ന, അതുമാത്രം ചിന്തിച്ചായിരിക്കുന്ന ചിലരെ, സ്തോത്രം, ചില ദുഷ്ട മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കുന്ന, ഉള്ളുകൊണ്ട് പല്ലിഞ്ഞിരിക്കുന്ന ചിലരെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. താങ്ക് ഗോഡ്. ആ സ്ഥാപനത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് വിരോധമായി പലതും പറയുന്ന അവരെ തന്നെ ആ വാഹനത്തിൽ കയറുമ്പോൾ നീ നല്ല ഡ്രൈവറാണ്, പക്ഷേ വണ്ടി എങ്ങോട്ടാ പോകുന്നേ? കാണുന്നത് എന്താ? സിഗരറ്റ് വലിക്കാത്ത, സാമ്പ്രാണി കൊളുത്തി വയ്ക്കാത്ത നിന്റെ വണ്ടിക്കകത്ത് ഇവിടുന്ന ചാരം വരുന്നേ. നിനക്കത് ചാരമാണ് കേട്ടോ. അല്പം മാറിയ അതിൻ്റെ പേര് മാറും. അവിടെ എങ്ങനെയാ പല നൂലുകൾ വരുന്നേ? അവിടെ എങ്ങനെയാ? വണ്ടിക്കകത്ത് എങ്ങനെയാ? വേണ്ട, അറിയാമല്ലോ എങ്ങനെയാ വരുന്നേ. സ്തോത്രം. നീ തകർക്കപ്പെടണം. നീ തകർക്കപ്പെടുവാൻ, നിന്റെ സ്വപ്നങ്ങൾ തകർക്കപ്പെടുവാൻ, നിനക്ക് കർത്താവ് തന്നത് നഷ്ടപ്പെട്ടു പോകുവാൻ, നിനക്ക് വിരോധമായി ചെയ്തു കൂട്ടുന്നവരെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. താങ്ക് ഗോഡ്. സഹോദരി, നിന്റെ കുടുംബജീവിതം തകർന്നു കാണുവാൻ പലതും പറഞ്ഞ്, നിന്ദിച്ച്, അപമാനിച്ച്, നിന്നെ ഒരു മോശക്കാരിയാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ എങ്ങനെയെങ്കിലും നിന്റെ ജീവിതം തകരണം, നശിക്കണം. അതിനായി മന്ത്രവാദങ്ങളെ ചെയ്ത്, പല കർമ്മങ്ങളെയും ചെയ്ത് നിന്റെ ശരീരത്തിൽ കടത്തി, പല സമയത്തും തിരിച്ചറിയുന്നുണ്ട്, ഞാനല്ല, ഞാൻ ഇങ്ങനെയല്ല പെരുമാറുന്നത്, ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ശത്രുവിൻ്റെ ഇഷ്ടം നിന്റെ ശരീരത്തിൽ നിറവേറുക. അവിധത്തിൽ നിന്റെ ശരീരത്തിൽ പലതിനെയും കടത്തി നിന്റെ കുടുംബജീവിതത്തെ നരക തുല്യമാക്കി തീർത്ത അതേ ആ ശത്രുവിനെ എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റി കളയുവാൻ തക്കവണ്ണം പലതും ചെയ്തു കൂട്ടിയ അതേ ശത്രുവിനെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ശത്രുവിനെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അർത്ഥം, ആ ശത്രു പരാജയപ്പെടുക, ആ ശത്രുവിൻ്റെ മന്ത്രവാദ ശക്തികൾ പരാജയപ്പെടുക, ശാപം പരാജയപ്പെടുക, കുടുംബജീവിതത്തിന് വിരോധമായി വെളിപ്പെട്ട് നിൽക്കുന്ന ആ ശാപങ്ങൾ പരാജയപ്പെടുക, തലമുറകളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ ശാപം പരാജയപ്പെടുക, അവരുടെ ജീവിതത്തെ തകർത്ത്, വിദ്യാഭ്യാസത്തെ തകർത്ത്, മുൻപോട്ട് പോകുവാനും കഴിയാത്ത വിധത്തിൽ വഴികളെ അടച്ച് ഒതുക്കിക്കളഞ്ഞ ആ ശാപം, അത് കേട്ട നാൾ മുതൽ തലയ്ക്കകത്തൊരു മരവിപ്പാ. എന്നാലും എൻ്റെ മക്കളെക്കുറിച്ച് അവനിങ്ങനെ പറഞ്ഞല്ലോ, അവനിങ്ങനെ പറഞ്ഞല്ലോ. അന്ന് തൊട്ട് പിള്ളേർ പോയ പോക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ. വീട്ടിനകത്തുണ്ടായിരുന്നവരാ, ഇന്നകത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല, അലഞ്ഞു നടക്കുക, പിശാച് ബാധിച്ചവരെ പോലെ ഊടാടി നടക്കുക. മോശം കൂട്ടുകെട്ടുകൾ, മോശം സ്വഭാവങ്ങൾ, അയ്യോ നല്ലതൊന്നും പറയുവാനില്ല. ആ ശാപം തലമേൽ നിന്ന് വലിച്ചു കൊണ്ടുപോവുക. അമേൻ. അവിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ ആ പിള്ളേരുടെ ശരീരത്തെ പോലും മാറ്റി, മനസ്സിനെ പോലും മാറ്റി.
പഠിക്കുവാൻ കഴിയാത്തവരാക്കി മാറ്റി, പഠിക്കുന്നത് പേപ്പറിലേക്ക് പകർത്തി റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയാത്തവരാക്കി മാറ്റി, ഒന്നിനും കൊള്ളാത്തവളാക്കി. അതേ മാതാവേ, നിൻ്റെ മകളെക്കുറിച്ചാണ് നീ നല്ലവണ്ണം പഠിപ്പിച്ചു, അവൾ പഠിച്ചു, അതേ ജോലി ചെയ്ത് അനുഗ്രഹിതമായി അവളുടെ ഭാവി മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് കരുതി. എന്നാൽ കഴിയാത്ത വിധത്തിൽ വീട്ടിനകത്ത് അടച്ചിട്ടിരിക്കുക, അവിടെ കെട്ടി ഒതുക്കിയിരിക്കുക, മന്ത്രതന്ത്രങ്ങളാൽ അവളെ കെട്ടി ഒതുക്കി. യെസ്, ആ ശത്രുവിനെ എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അതേ മാതാവേ, ആ ശത്രുവിനെ നിൻ്റെ തലമുറയെ കെട്ടി ബന്ധിക്കുന്ന ആ ശത്രുവിനെ എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ആ കെട്ട് പൊട്ടിമാറുക, അവൾ പുറത്തു വരിക, അവൻ പുറത്തു വരിക. ഓ സ്തോത്രം. ആ ബന്ധനം അഴിയുക, അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ പോര് അഴിഞ്ഞു മാറുക. നിന്റെ ശരീരത്തിനുമേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ പോര്, യെസ്, രോഗിയാക്കി തീർത്തിരിക്കുന്നു. എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും സൗഖ്യമെന്നൊന്ന് കണി കാണുവാനില്ല. അയ്യോ, നീ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞ വാക്ക്, ആശുപത്രി കിടക്കയിൽ നീ കേട്ട വാക്ക്, ആമേൻ ആമേൻ. പലരും നോക്കിയിരിക്കുക നിന്റെ ശവത്തിനായി. അവരെ നീ ശവമായി തീരുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്നവരെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആ കിടക്കയിൽ നിന്ന്, രോഗ കിടക്കയിൽ നിന്ന് നീ എഴുന്നേൽക്കുക. ആ ആശുപത്രിക്കകത്ത് നിന്ന് നീ പുറത്തു വരുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആ ശത്രുവിനെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇനി ആ ശത്രു, ആ പിശാച്, അവർ ചെയ്ത മന്ത്രവാദങ്ങൾ, ആ വിചാരങ്ങൾ നിന്റെ മേൽ ഫലിക്കുകയില്ല. ഓ ആമേൻ. ആ ബിസിനസ്സിനെ തകർത്ത, നിന്നെ ഒന്നുമില്ലാത്തവളാക്കി മാറ്റിയ, ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയ, കടക്കാരനും കടക്കാരിയുമാക്കി മാറ്റിയ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിയിക്കുന്നു നിന്നയ കൈ നീട്ടി കാണുവാൻ വേണ്ടി നിന്നെ തകർത്ത് നീ മുമ്പിൽ പോയി നിന്നു. അവരുടെ ഇഷ്ടം വിജയിച്ചു, തകർന്നു, നീ തകർന്നു. കൈ നീട്ടി, അതിൻ്റെ വേദന നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. തകർത്തവരുടെ മുൻപിൽ കൈ നീട്ടേണ്ട അവസ്ഥ നിന്റെ ജീവിതത്തിലുണ്ടായി. അതേ സഹോദരി, സഹോദര, കേൾക്ക്. ആ ശത്രുവിനെ എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ആ ശത്രുവും അവൻ ഉയർത്തിയ വെല്ലുവിളിയും, അതേ അവനെ പ്രാപ്തനാക്കിയ ശക്തികളും, ദുർമന്ത്രവാദ ശക്തികളും തകർക്കപ്പെടുക. ഓ സ്തോത്രം. ഇന്ന് ആമേൻ, നിങ്ങളുടെ ശത്രുവിനെ അഭിചാരങ്ങൾ ചെയ്യുന്ന, ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന, നിങ്ങളെ ശപിക്കുന്ന, എതിർ പ്രാർത്ഥനകൾ നടത്തുന്ന ആ ശത്രുവിനെയും കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ആമേൻ. അപ്പോൾ എന്തുകൊണ്ടാണ് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനസ്സിലായില്ലേ ഈ ചിന്ത? എന്താ? അതേന്നെ, നമ്മൾ പോയിന്റിലേക്ക് വന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാത്തെ. ഒരു കൂട്ടരെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് വിരോധമായി കടന്നു വന്നു. ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ കുറച്ചൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കാണും. എന്ന് വെച്ച് പണി കിട്ടാതിരിക്കും? പണി കിട്ടും. ആർക്ക്? ഇസ്രായേലിനല്ല കേട്ടോ, കടന്നു വന്നവർക്ക്. നമ്മുടെ ആരാം രാജാവായ ബെൻഹദദിനും സൈന്യത്തിനും പണി കിട്ടി. ഇസ്രായേലിന് പണി കൊടുക്കാൻ വന്നു, പണി കിട്ടി. അപ്പോൾ ഈ കിട്ടിയ പണിയുമായിട്ട് കടന്നുപോയ പടയാളികൾ രാജാവിനോട് അറിയിക്കുന്നത് ഇതാ. എന്താ? രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ആരാം രാജാവിനോട് അവൻ്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. ആ പണി കിട്ടിയവരാണെങ്കിലും പറയാം, അവരുടെ ദൈവം നല്ല കാലത്ത് കൂടെയുള്ള ദൈവമാണ്. മനസ്സിലായില്ലേ? ആ ചിന്തയാണ് നമുക്ക്. അന്നൊക്കെ ശരിയായി, അപ്പോഴൊക്കെ ശരിയാവാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല. ഇപ്പോൾ ശുക്രൻ ഉദിച്ച് നിൽക്കുന്നില്ല. നല്ല സമയത്ത് എല്ലാം നല്ലത് മാത്രമേ നടക്കൂ. പക്ഷെ ഇപ്പം മോശം സമയമാണ്. അങ്ങനെയാണോ? നല്ല സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണോ നിന്റെ ദൈവം? ചിന്തിച്ചു നോക്കിയേ. സങ്കീർത്തനക്കാരനെ പോലെ നിനക്കും പറയുവാൻ കഴിയത്തില്ലേ? എന്താ? സങ്കീർത്തനം 23:4 സങ്കീർത്തനക്കാരൻ പറയുക, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടാതെ വണ്ണം എൻ്റെ ദൈവം യഹോവ എൻ്റെ ഇടയൻ, അവൻ എന്നോട് കൂടിയിരിക്കും. ഇരുന്നിട്ടില്ലേ? ആ രാത്രികളിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ലേ? ഇനി എനിക്ക് മുമ്പിൽ ഒരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച് മരിക്കാൻ വേണ്ടി കിടന്നുറങ്ങിയ സ്ഥാനത്ത് നിന്ന് നീ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ലേ? എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ ആ അർദ്ധരാത്രികളിൽ നിന്ന് നീ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ലേ? സഹോദര സഹോദരി, നിന്നോടാ. മാതാവേ പിതാവേ മക്കളെ, നിങ്ങളോടാ. നീ മടങ്ങി വന്നില്ലേ? അത് ദൈവം നിന്റെ കണ്ണുനീരിൻ്റെ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ, പ്രതികൂലത്തിൻ്റെ അർദ്ധരാത്രിയിൽ കൂടിയിരുന്നുണ്ടാകും. നീ നന്നായിരിക്കുമ്പോൾ മാത്രമല്ല, ആരും നിനക്കൊപ്പമില്ലാതെ എല്ലാ നിലകളിൽ നീ തകർക്കപ്പെട്ട് തകർച്ചയുടെ ആഴത്തിലായിരിക്കുമ്പോഴും എൻ്റെ കർത്താവ് നിനക്കൊപ്പം ഇരിക്കും. ഓ സ്തോത്രം. അതേന്നേ,
ഈ രോഗത്തെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയുമോ? കഴിയും. ലോകത്തിലേക്ക് നോക്കണ്ട, അവരുടെ ജീവിതത്തിൽ കഴിയുമോ എന്നല്ല, നിന്റെ ജീവിതത്തിൽ കഴിയും. ആമേൻ. അതേന്നേ, ബഥാനിയിൽ ഈ ലോകത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ മരണം സംഭവിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ഒരുത്തൻ മരിച്ചു. അവൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം പോലെ ആയില്ല. മരിച്ചവൻ്റെ ജീവിതം എന്താണ്? അവൻ്റെ പേര് നശിച്ചു പോകും. അവനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. കുറച്ച് നാൾ കണ്ണുനീരിന് വക നൽകുന്നത് മാത്രം. ഇന്നാണെങ്കിൽ ഫ്ലക്സൊക്കെ അടിച്ചു വയ്ക്കാൻ പറ്റും, അന്ന് അതുമില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. അവൻ ഭക്തനായതുകൊണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കി നീ ദൈവത്തെ വിലയിരുത്തരുതേ. നീ ഭക്തനാണെങ്കിൽ നിന്റെ ഏത് സമയത്തും ഏതവസ്ഥയിലും സാഹചര്യം നോക്കാതെ ദൈവം കൂടിയിരിക്കും. ആമേൻ. പ്രായമേറിയതുകൊണ്ട്, നിന്നെക്കാളും കഴിവുള്ളവർ അവിടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വന്നു കയറാൻ പോകുന്നത് കൊണ്ട്, സ്ഥാപനം പൂട്ടിപ്പോയതുകൊണ്ട് നീ പട്ടിണി കിടക്കുമെന്നും കടം കയറി മുടിഞ്ഞു പോകുമെന്നും നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുമെന്നും നിന്റെ വീട് ജപ്തിയാകുമെന്നും അതാരാ പറയുന്നത്? അത് പന്ന പിശാച. ആമേൻ. ജോലി ഉള്ളപ്പോൾ മാത്രമല്ല, ജോലി ഇല്ലാത്തപ്പോഴും നിന്നെ നല്ലവണ്ണം നടത്തുവാൻ, പരിപാലിക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടത് തരുവാൻ, സഹോദരി, ആരും ഒപ്പമില്ലാതിരിക്കുമ്പോൾ തകർന്നു പോയ നിന്റെ കുടുംബജീവിതത്തെ ചേർത്ത് നിർത്തുവാൻ, നിന്റെ ഭാര്യയെ മടക്കി വരുത്തുവാൻ, സഹോദര, കഴിയുന്നവനാണ് എൻ്റെ ദൈവം. ഏത് അവസ്ഥയിലും. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ പാടാ. അത് തിരിച്ചറിയാത്തത് കൊണ്ടാ. അതെ, പിന്നെയും ദൈവം പറയുക, ഒരിക്കൽ പണി കിട്ടിയവൻ അവൻ പറയുക, അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പറ്റി, അന്ന് ശുക്രൻ അവരുടെ തലയ്ക്ക് വരെ നിന്നുകൊണ്ട് പറ്റി. അവൻ പർവ്വത ദേവനായതുകൊണ്ട് അവിടെ വെച്ച് അവർക്ക് ജയം നൽകി. പക്ഷെ താഴ്വരയിൽ വരുമ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് 28-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. അവിടെ പിന്നെയും ആ ദൈവം പറയുക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറക കൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും. അതേ, എൻ്റെ ദൈവം, അവൻ സർവശക്തൻ തന്നെ. നിന്നോടാ പറഞ്ഞേ, വിശ്വാസിയെ, നിങ്ങളോടാ പറയുന്നേ. നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനം തന്നെ എന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ സർവശക്തനെന്ന് നിങ്ങൾ പറയും. ആമേൻ. അവനെ കയ്യിൽ ഏൽപ്പിച്ചു തരും. എന്തുകൊണ്ടാ? അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അങ്ങനെ പറയാമോ നമ്മുടെ ദൈവത്തെക്കുറിച്ച്? അവൻ എന്നും എപ്പോഴും എവിടെയും ദൈവമാ. സാഹചര്യം നോക്കണ്ടെന്നേ. അയ്യോ, എങ്കിലും ദൈവദാസനെ ഈ നല്ല സമയത്തല്ലെന്നേ. ലോകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേറ്റമായി 80 വയസ്സായി. അവിടെ നിന്നാ വലിച്ചുകൊണ്ട് വന്ന് 30 ലക്ഷത്തെ പുറത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം മോശെ കർത്താവ് പാകപ്പെടുത്തി. തടിച്ച നാവോടുകൂടി വാർദ്ധക്യം കയറിയ അടികുത്തി നടക്കുമാറായ ഒരുവനെ കൊണ്ടുവന്ന് ആ വടിയുടെ പിന്നാലെ 30 ലക്ഷത്തെ തീർന്നിട്ടില്ല. ആമേൻ. ഇനിയും നിന്റെ പിന്നാലെ ചിലതൊക്കെ വരും. ആമേൻ. ദേവദാസനെ, ഇനിയും നിന്റെ പിന്നാലെ ചിലരൊക്കെ വരും. യെസ്, കർത്താവിന് വേണ്ടി ചിലരൊക്കെ വരും. മാതാവേ, പിതാവേ, ഇനിയും മക്കൾ നിങ്ങളുടെ പിന്നാലെ തന്നെ വരും. സഹോദര, ആ ജോലി സ്ഥലത്ത് ഇനിയും നിന്റെ വാക്കുകൾ മുൻപിൽ തന്നെ നിൽക്കും. നീ പറയുന്നത്, അതെ, ആ വാക്കുകൾക്ക് അതിനകത്ത് വിലയുണ്ടാകും. ആമേൻ. അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പറയരുതേ. നിങ്ങളുടെ ഏതവസ്ഥയിലും നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം മതിയായവനാ. അവരെ പോലെ അത് പറഞ്ഞ് പണി വാങ്ങരുത്. അപ്പോൾ ആ ചിന്ത അങ്ങ് മാറ്റിക്കളയുക. ഇന്നലകളിൽ നിങ്ങളോട് കൂടിയിരുന്നവൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പേ അറിഞ്ഞവൻ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലകളിൽ നിങ്ങളെ മാനിച്ചു വഴി നടത്തിയവൻ, അവൻ ഇന്നും കൂടെയുണ്ട്. ഈ അവസ്ഥയിൽ നിന്നും അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ പറയരുത്, ഇതൊക്കെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമോ? ചിന്തിക്കരുത്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി, എന്താ ഒരു വിഷയം മാത്രമേ കേൾക്കുള്ളൂ എന്ന് അല്ല, നിങ്ങൾക്ക് എത്ര വിഷയമുണ്ടെങ്കിലും ഞങ്ങൾ കേൾക്കാം. ധൈര്യമായി കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശത്രുവിൻ്റെ ആപ്പീസ് പൂട്ടിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, അതുകൊണ്ടാണ് പറഞ്ഞത്, അവനെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. കണ്ണടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല നിലകൾ ബാധിക്കപ്പെട്ട്
കടന്നു വന്ന വലിയ പ്രതിസന്ധി, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും? ദൈവത്തിന് എന്നെ രക്ഷിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തോടെ ആയിരിക്കുന്നവർ, അപ്പാ അങ്ങ് ദൈവമെന്ന്, അങ്ങ് സർവശക്തനെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇവർക്കൊരു ദൈവമുണ്ടെന്ന് ഇവരുടെ ശത്രുവും ഇവരുടെ തകർച്ച കാണുന്നവരും പറയുവാൻ തക്കവണ്ണം അങ്ങ് പ്രവർത്തിച്ചാട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ ജോലി സ്ഥലത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന സകല വെല്ലുവിളികളും, ആഭിചാര പോരുകൾ, മന്ത്രതന്ത്രങ്ങൾ തകർക്കുവാൻ, മുടിച്ചു കളയുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് നിൽക്കുന്ന സകല വെല്ലുവിളികളും, ശാപങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ആ ബന്ധനം അഴിയട്ടെ. യെസ്, നന്മകളെ ചിതറിച്ചു കളയുന്ന, ജോലി ഇല്ലാതാക്കി തീർക്കുന്ന, വഴികളെ അടച്ചു കളയുന്ന ആ ബന്ധനം അഴിയട്ടെ. ആ കെട്ടുപൊട്ടട്ടെ, ആ ശാപം വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭവനങ്ങൾക്കകത്ത് നന്മ ഉണ്ടാകട്ടെ. കരം നിറയെ വാങ്ങുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. മക്കളെ പഠിപ്പിക്കുവാൻ, വീട് വയ്ക്കുവാൻ, കടം തീർക്കുവാൻ, വസ്തു വാങ്ങുവാൻ, വാഹനം വാങ്ങുവാൻ, അതെ, വഴികൾ തുറന്നു വരട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, എല്ലാ ദാരിദ്ര്യവും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ. ഭയപ്പെടുത്തി വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് ഗോഡ്. പ്രാർത്ഥിച്ചാണ്. രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം. നിന്റെ ഡോക്ടറിനെ ഡിറ്റക്റ്റ് ചെയ്യുവാൻ കഴിയാത്ത രോഗം, ആഭിചാരത്താൽ വെളിപ്പെട്ട, ശാപത്താൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ രോഗം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുക. ജന്മനാൽ നിന്റെ ശരീരത്തിൽ ബാധിച്ച ആ രോഗം വിട്ടുപോകട്ടെ. സ്തോത്രം. രോഗിയാക്കി തീർക്കുന്ന ചില കൈവശങ്ങൾ യേശുവിൻ നാമത്തിൽ പുറത്തു പോകട്ടെ. വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്ന, സ്വസ്ഥതയെ, സമാധാനത്തെ തകർത്ത് കളയുന്ന ആ രോഗമെന്ന കൈവശം യേശുവിൻ നാമത്തിൽ അത് പുറത്തു പോകട്ടെ. സൗഖ്യം. പ്രാർത്ഥിച്ച് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം. ആ കെട്ടുപൊട്ടട്ടെ. ആമേൻ. താങ്ക് ഗോഡ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ അവർക്ക് മുമ്പിൽ വഴികളെ തുറക്കണമേ. അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, മോശം ശീലങ്ങളും സ്വഭാവങ്ങളും മാറട്ടെ, അവർ പുറത്തു വരട്ടെ, മാറട്ടെ, നിരാശ മാറട്ടെ, അവരെ തകർത്ത് വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിയട്ടെ, കൂട്ടുകെട്ടുകൾ പൊട്ടട്ടെ. ചില കൂട്ടുകെട്ടുകൾ, തലമുറകളെ തകർത്ത് കളയുന്ന ചില കൂട്ടുകെട്ടുകൾ തകർക്കപ്പെടുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. ഇവരെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ബാധ വിട്ടു മാറട്ടെ. സൈക്കിക്കായിട്ട് സംസാരിക്കുന്ന ചില തലമുറകൾ പുറത്ത് വരട്ടെ. അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ. വഴി തുറക്കപ്പെടട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. പഠിക്കുവാനുള്ളത് കർത്താവേ അവരുടെ കരങ്ങളിൽ അങ്ങ് നൽകിയാട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ളത് മാതാപിതാക്കൾക്ക് നൽകിയാട്ടെ. ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നാട്ടെ. ആമേൻ. പുതിയ ക്ലാസ്സുകളിലേക്ക് കടന്നു പോകുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ തകർക്കപ്പെട്ട ഫാമിലി ലൈഫുകൾ പണിയപ്പെടട്ടെ. ഡിവോഴ്സ് മാറട്ടെ. ഭാര്യ മടങ്ങി വരട്ടെ, ഭർത്താവ് മടങ്ങി വരട്ടെ. തകർത്ത് കളഞ്ഞ ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. തടഞ്ഞു വയ്ക്കുന്ന, സ്വസ്ഥമായി കുടുംബത്തിനകത്ത് ജീവിക്കുവാൻ കഴിയാതെ ആഭിചാരങ്ങളെ ചെയ്ത് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതി തകർക്കപ്പെടട്ടെ. എല്ലാ കടഭാരവും മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ആമേൻ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ചെയ്യപ്പെടുന്ന സകല ബിസിനസ്സുകളും വരുമാന മാർഗങ്ങൾക്ക് വിശാലത ഉണ്ടാകട്ടെ. നന്മകളെ ചിതറിച്ച് കളയുന്ന, അവകാശം പറയുന്ന വെല്ലുവിളികൾ അഴിയട്ടെ. താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. വെല്ലുവിളി അഴിയട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കാലം പോയി, ഇനി പ്രയോജനമില്ല എന്ന് പറഞ്ഞ് ശത്രു ഒതുക്കിക്കളഞ്ഞവർ പുറത്തു വന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അനേകരെ നേടട്ടെ. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശത്രുവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവൻ്റെ പദ്ധതികളെ തകർത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.